സ്റ്റെം സെൽ എന്താണ്? അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഏതൊക്കെ? ഇന്ന് പലരും വ്യത്യസ്ത ആരോഗ്യ പ്രശ്നങ്ങളെ അനുഭവിക്കുന്നു. ചില രോഗങ്ങൾക്ക് ചികിത്സ സാധ്യമാണ്, ചിലതിന് അല്ല. എന്നാൽ സ്റ്റെം സെല്ലുകളെ മനസ്സിലാക്കുമ്പോൾ വളരെയധികം രോഗങ്ങളും സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാനാകുമെന്ന് നമുക്ക് ബോധ്യമാകുന്നു. നിങ്ങളെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുടെ ഗുണത്തിനായി ഈ വീഡിയോ മുഴുവൻ കാണാം. ഞാൻ ഈ ശതാബ്ദത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം സ്റ്റെം സെല്ലിനെ പറ്റി സംസാരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ ഒരു പൊക്കിൾക്കൊടിയിലൂടെ അമ്മയോട് ബന്ധിപ്പിക്കുന്നു. ഈ കൊടി രക്തത്തിലാണ് സ്റ്റെം സെല്ലുകൾ എന്ന പ്രത്യേക തരം അടങ്ങിയിരിക്കുന്നത്. ഗർഭപാത്രത്തിൽ സ്ഥിരമായ അവസ്ഥകൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ രൂപമെടുക്കുന്നത് കോശങ്ങളുടെ ഒരു ചെറിയ ഗോളമാണ്. ഇത് ഒരു സ്റ്റെം സെൽ ആണ്. ഈ ഗോളം വളരുമ്പോൾ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളായ കൈകൾ, കാലുകൾ, കണ്ണുകൾ, ചെവികൾ, മൂക്ക് എന്നിവ രൂപപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ ഹൃദയം, വൃക്കകൾ, കരൾ, കുടലുകൾ എന്നീ അവയവങ്ങളും സ്റ്റെം സെല്ലുകളിൽ നിന്ന് വികസിക്കുന്നു. അവയവങ്ങൾ വികസനത്തിനായി സ്റ്റെം സെല്ലുകൾ അതിപ്രധാനമാണ്. കാരണം ഈ കോശങ്ങൾ മസ്തിഷ്കം, ഹൃദയം മുതലായവയിൽ പ്രവർത്തിക്കുന്ന പലതരം വിശിഷ്ടങ്ങളായ കോശങ്ങളായി മാറാം. പൊക്കിൾക്കൊടിയിലെ സ്റ്റെം സെല്ലുകൾ നന്നായി സംരക്ഷിക്കുന്നത് വഴി അടുത്ത 25 മുതൽ 30 വർഷങ്ങൾ വരെ ഗൗരവമായ രോഗങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനാകും. കുട്ടിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ പൊക്കിൾക്കൊടിയിൽ നിന്നും സംരക്ഷിച്ച സ്റ്റെം സെല്ലുകളെ വിശേഷ കോശങ്ങളായി മാറ്റി കുട്ടിയിൽ തിരികെ കുത്തിവെക്കാനാകും. ഈ ചികിത്സ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ആ കോശങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാം. പക്ഷേ പൊക്കിൾക്കൊടിയെ സ്റ്റെം സെൽ ബാങ്കിൽ സൂക്ഷിച്ച് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ട ചെലവ് 1 ദശലക്ഷം മുതൽ 5 ദശലക്ഷം രൂപ വരെ ആയി ഉയർന്നതാണ്. ഇത് പല ആളുകൾക്കും വഹിക്കാനാവില്ല. ഓരോ അവയവങ്ങൾക്കും അവയുടെ സ്വന്തം സ്റ്റെം സെല്ലുകൾ ഉണ്ടെങ്കിലും എല്ലാ അവയവങ്ങളുടെയും വളർച്ചയ്ക്കായി പ്രാഥമിക സ്റ്റെം സെല്ലുകളാണ് പ്രധാനപ്പെട്ടത്. ഉദാഹരണത്തിന്, പ്രധാന സ്റ്റെം സെല്ലുകൾ സ്ഥാനഭ്രംശം പറ്റിയോ നശിച്ചോ പോയ ഹൃദയകോശങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ പ്രാഥമിക സ്റ്റെം സെല്ലുകളെ ഹൃദയകോശങ്ങളായി മാറ്റി ഹൃദയ ചികിത്സക്കായി കുത്തിവെച്ചുകൊള്ളാം. ആദ്യം സ്റ്റെം സെല്ലുകളെ ഹൃദയകോശങ്ങളാക്കി മാറ്റുകയും അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തിവെക്കുകയും ചെയ്യും. അത് പുനരുജ്ജീവനം വരുത്താൻ സഹായിക്കും. ഇതുവരെയായി ഈ സ്റ്റെം സെല്ലുകൾ എത്രമാത്രം പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സ്റ്റെം സെൽ ഗവേഷണത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ശക്തമായ താൽപര്യം കാട്ടിയിട്ടുണ്ട്. പൊക്കിൾക്കൊടിയിലെ സ്റ്റെം സെല്ലുകളുമായി സമാനമായി ചില പഴങ്ങളിലും സ്റ്റെം സെല്ലുകൾ ഉണ്ടെന്നതിനെ കുറിച്ച് ഗൂഗിളിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും. ഈ ഫലത്തിന്റെ സ്റ്റെം സെല്ലുകൾ ഒരു അമ്മയുടെ സ്റ്റെം സെല്ലുകളെ പോലെ പ്രവർത്തിക്കുന്നു. അവ വിവിധ രോഗങ്ങളെ ചികിത്സിക്കാനും ഉപയോഗിച്ചു കൊള്ളാം. സ്വിറ്റ്സർലാൻഡിലെ ഫ്രെഡ് സുല്ലി പച്ച ആപ്പിളുകളിലും ചുവന്ന മുന്തിരികളിലുമാണ് ഈ സ്റ്റെം സെല്ലുകൾ കണ്ടെത്തിയത്. സ്വിറ്റ്സർലാൻഡിലെ സ്വദേശി ഇനങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ആപ്പിളുകളുടെ ശാസ്ത്രീയ പേര് മാലസ് ഡൊമസ്റ്റിക്ക എന്നും മുന്തിരിക്ക് സോളാർ വിറ്റിസ് എന്നുമാണ്. അമ്മയുടെ പൊക്കിൾക്കൊടിയിലെ സ്റ്റെം സെല്ലുകൾ കുട്ടിക്കും അവരുടെ അമ്മയ്ക്കും അച്ഛനും മാത്രമേ ഉപയോഗിക്കാനാകൂ. എന്നാൽ പഴങ്ങളിൽ നിന്നുള്ള സ്റ്റെം സെല്ലുകൾ അമ്മയുടെ എംബ്രിയോണിക് മൂലകോശങ്ങളെപ്പോലെ ആരുടെയും ഉപയോഗത്തിനുള്ളതാണ്. മനുഷ്യന്റെ സ്റ്റെം സെല്ലുകളുമായി വ്യത്യാസപ്പെടുന്നതിനാൽ പഴങ്ങളിൽ നിന്നുള്ള സ്റ്റെം സെല്ലുകൾ മനുഷ്യ ശരീരത്തിൽ പുതിയ കോശങ്ങളുടെ ഉൽപാദനം വേഗത്തിലാക്കുന്നു, രോഗങ്ങളെ നിർമ്മാണിക്കാൻ സഹായിക്കുന്നു. പഴങ്ങളിൽ നിന്നുള്ള ഈ കോശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാണ്. വർഷങ്ങളുടെ ഗവേഷണങ്ങൾക്ക് ശേഷം ഈ സ്റ്റെം സെല്ലുകളിൽ നിന്ന് പല രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് പേരെ ചികിത്സിക്കാനും ഇനിയും ചികിത്സിക്കുന്നതിനും ഈ കോശങ്ങൾ സഹായിച്ചു. ഈ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി സിംഗപ്പൂരിൽ ഒരു കമ്പനി ക്യൂർ സെൽ എന്ന ഒരു ഫലപ്രദമായ ഉൽപ്പന്നം വികസിപ്പിച്ചു. ക്യൂർ സെല്ലിൽ ആപ്പിളിന്റെയും മുന്തിരിയുടെയും സ്റ്റെം സെല്ലുകൾ അസ്റ്റാക്സാന്തിൻ, കോഎൻസൈം, ബ്ലൂബെറികൾ, ആക്കായ് ബെറികൾ, ബ്ലാക്ക് ബെറികൾ, ബാർലി ഗ്രാസ് തുടങ്ങിയ ഘടകങ്ങളോടെയാണ്. ഈ ചേരുവകൾ ഉൽപ്പന്നത്തെ ആരോഗ്യരക്ഷകവും ഫലപ്രദവുമാക്കുന്നു. ക്യൂർ സെൽ ഉപയോഗിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഈ വിവരം കൂട്ടുകാരോടും ബന്ധുക്കളോടും പങ്കുവയ്ക്കൂ.
നന്ദി.